ടോട്ടൽ പ്രോഡക്റ്റ്, ആവറേജ് പ്രോഡക്റ്റ്, മാർജിനൽ പ്രോഡക്റ്റ്. അതിനെ ചുരുക്കിയിട്ട് TP, AP, MP എന്ന് പറയും. ടോട്ടൽ പ്രോഡക്റ്റ് മൊത്തം ഉൽപ്പന്നം, AP ശരാശരി ഉൽപ്പന്നം, MP സീമാന്ത ഉൽപ്പന്നം. ഓക്കെ, അതാണ് അതിൻ്റെ മലയാളം വാക്കുകൾ. TP ലഭിച്ചു കഴിഞ്ഞാൽ എങ്ങനെ APയും MPയും കണ്ടുപിടിക്കാം എന്നത് ഒരു ടേബിളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഫസ്റ്റ് കോളത്തിൽ വേരിയബിൾ ഫാക്ടർ നൽകിയിട്ടുണ്ട്. ലേബർ ആയിട്ടാണ് നമ്മൾ എടുത്ത വേരിയബിൾ ഫാക്ടർ 0 to 8 വരെ. രണ്ടാമത്തെ കോളത്തിൽ TPൻ്റെ വാല്യൂസാണ് നൽകിയിട്ടുള്ളത്. മൂന്നാമത്തെ കോളത്തിൽ AP, നാലാമത്തെ കോളത്തിൽ MP. അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് കണ്ടുപിടിക്കാനൊക്കെ ഇക്വേഷൻ ഉണ്ട്. TPയും APയും MPയും ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വയ്ക്കണം. നമ്മൾ ടോട്ടൽ യൂട്ടിലിറ്റിയും മാർജിനൽ യൂട്ടിലിറ്റിയും കണ്ടുപിടിച്ച അതേ രീതി തന്നെയാണ് ഇവിടെയും TPയും MPയും കാണാൻ വേണ്ടി ഉപയോഗിക്കുക. അവിടെ യൂട്ടിലിറ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പറയുന്നത് തന്നെയാണ് ഇവിടെ പ്രോഡക്റ്റിനെ കുറിച്ച് പറയുന്നത്. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. കണ്ടുപിടിക്കുന്ന മെത്തേഡൊക്കെ സെയിം. ഓക്കെ, ഫസ്റ്റ് കോളത്തിലെ വേരിയബിൾ ഫാക്ടർ 0 ആകുമ്പോൾ ടോട്ടൽ പ്രോഡക്റ്റും APയും MPയും ഒക്കെ 0 ആയിട്ട് പോകും. ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല, 0 ആണ് അർത്ഥം. ഓക്കെ, TPയും APയും MPയും കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് ഈ ടേബിളിൽ താഴെ കൊടുത്തിട്ടുള്ളത്. TP 8 ആകുമ്പോൾ, അതായത് വേരിയബിൾ ഫാക്ടർ 1 ആകുമ്പോഴും TP 8 ആകുമ്പോഴും AP എന്ന് പറയുന്നത് 8 ആണ്. കാരണം അതായത് TPൻ്റെ വാല്യൂ ആയ 8നെ വേരിയബിൾ ഫാക്ടറിൻ്റെ വാല്യൂ ആയ ലേബറിൻ്റെ വാല്യൂ ആയ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ട. AP ആണ് എന്താ വേണം, TP ഡിവൈഡഡ് ബൈ L, അപ്പോൾ 8 കിട്ടും. ഇനി വേരിയബിൾ ഫാക്ടർ 2 നോക്കിയേ. ലേബർ 2 ആകുമ്പോൾ ടോട്ടൽ പ്രോഡക്റ്റ് TP 20 ആണ്. അപ്പോൾ AP അതിനെ കിട്ടിയേ 20/2. TP 20 ഹരിക്കണം L എത്രയാണ്, വേരിയബിൾ ഫാക്ടർ 2, 20/2 = 10. അങ്ങനെയാണ് APൻ്റെ കോളം ഫില്ല് ചെയ്യുക. TPനെ ലേബറിൻ്റെ കോളത്തിലെ വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. MP അതിനെ കാണാം. MP ആണ് ഇക്വേഷൻ അവിടെ കൊടുത്തിട്ടുള്ളത്. വേരിയബിൾ ഫാക്ടർ 1 ആകുമ്പോൾ TP 8, അപ്പോൾ MP 8 തന്നെയായിരിക്കും. വേരിയബിൾ ഫാക്ടർ 1 ആകുമ്പോൾ TPൻ്റെ വാല്യൂ എന്തായിരിക്കുമോ അത് തന്നെയായിരിക്കും APയും MPയും ഉണ്ടാവുക. വേരിയബിൾ ഫാക്ടർ 2 ആകുമ്പോൾ, ലേബറിൻ്റെ വാല്യൂ 2 ആകുമ്പോൾ ടോട്ടൽ പ്രോഡക്റ്റ് 20. വേരിയബിൾ ഫാക്ടർ 1 ആകുമ്പോൾ 8, വേരിയബിൾ ഫാക്ടർ 2 ആകുമ്പോൾ TP 20. അപ്പോൾ MP കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യേണ്ടത് 20, TPൻ്റെ കോണത്തിൽ 20 - 8. വേരിയബിൾ ഫാക്ടർ 1 ആകുമ്പോൾ 8 - 20 - 8 = 12. അങ്ങനെയാണ് ലേബറിൻ്റെ കോളത്തിൽ 2ന് നേരെ MPൻ്റെ കോളത്തിൽ 12 എഴുതിയത്. ഓക്കെ, വേരിയബിൾ ഫാക്ടർ 3 ആകുമ്പോൾ TP 36. അപ്പോൾ MP 36 - 20 = 16. അങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുക. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു.